എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. വിൻസെന്ററിന്റെ സിവിൽ ഇസി കോച്ചിംഗ് പ്രോഗ്രാം PWD-AE മറ്റ് സാധാരണ കോച്ചിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, ഇനിയുള്ള കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് ഫലപ്രദമായി പഠിക്കാനായിട്ട് കഴിയും എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അല്പസമയം എടുത്തേക്കും. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ക്ഷമിക്കുക, സഹകരിക്കുക. വീഡിയോ അവസാനം വരെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ സമയം കളയാതെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത് സിവിൽ ഇസിയിലെ എൻ്റെ സ്റ്റുഡന്റ് അക്കൗണ്ടാണ്. സന്തോഷ് വിൻസെന്റർ എന്നുള്ള പേര് കാണാം. അതിന്റെ താഴെ പോയിന്റുകളൊക്കെ കാണാം. അതൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല, പോയിന്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. നമ്മുടെ ലക്ഷ്യം PWD-AE കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പഠിക്കാം, വിൻസെന്ററിന്റെ സിവിൽ ഇസിയിലൂടെ ആ കോച്ചിങ് പ്രോഗ്രാം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സിൽ ഒരു ഫീച്ചർ മാത്രമാണ് കോച്ചിങ് പ്രോഗ്രാംസ്. ആ കോച്ചിങ് പ്രോഗ്രാമുകളിൽ ഒരുപാട് കോച്ചിങ് പ്രോഗ്രാമുകൾ ഉണ്ട്. ഞാനിതിലെല്ലാം ഇതിലേക്ക് എടുത്തിട്ടിട്ടില്ല. അപ്പൊ കാണിക്കുന്നതിന് വേണ്ടി PWD-AE കോച്ചിങ് പ്രോഗ്രാം 15th September to till the exam എന്ന ഈ കോച്ചിങ് പ്രോഗ്രാമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നേരെ അതിലേക്ക് കടക്കാൻ സമയം കളയണ്ടല്ലോ. ഇതാണ് നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിന്റെ പേജ്. ഇതാണ് PWD-AE കോച്ചിങ് പ്രോഗ്രാം 15th September to December 10. ഡിസംബർ 10 അവസാനിക്കും. 11 എക്സാമിലേക്ക് പോകല്ലേ, അപ്പൊ 10 അത് അവസാനിക്കും എന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാച്ച് 1 എന്ന് പറഞ്ഞ് കാണാം. അതില് വീക്ക് 1 കൂടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. സെപ്റ്റംബർ 15 ആരംഭിച്ചതാണ്. ഇപ്പൊ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ പ്രസന്റ് ഡേ തൊട്ട് തുടങ്ങുക, സമയം അഡീഷണൽ കണ്ടെത്തി വീക്ക് 1 എടുക്കുക, സെപ്റ്റംബർ 15 എടുക്കുക, സെപ്റ്റംബർ 16 എടുക്കുക. ആ ഓരോ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു പോയാൽ മതി. ഇപ്പോ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. കണ്ടോ, ഇവിടെ ടുഡേ 27/9/25 ആണ്. അത് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടാണ് വരിക. ഇന്ന് ഞാനിപ്പോ എടുക്കുന്നത് 27-ാം തീയതിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. 27/9/2025. നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. മുന്നിലോട്ട് പോകാൻ കഴിയില്ല, പുറകിലോട്ട് പോവാം. ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ കാണണമെങ്കിൽ നേരെ വീക്ക് 1 പോവാം. അതിൽ ഓരോ ഡേറ്റും ക്ലിക്ക് ചെയ്ത് പോയാൽ അവർക്ക് അതിലേക്കും പോകാം. ഞാനപ്പോൾ ഇന്നത്തെ കാര്യം കാണിക്കാം. അതായത് ഇതിന്റെ ഒരു ഈസി വേ എന്ന് പറയുന്നത്, ഉദ്യോഗാർത്ഥികൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട. നേരെ ഈ കോച്ചിങ് പ്രോഗ്രാം ഓപ്പൺ ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഓപ്പൺ ആയി വരും. ഇന്ന് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അതിനകത്ത് കാണും. അപ്പൊ ഏറ്റവും ആദ്യത്തെ കണ്ടന്റ് ഏറ്റവും താഴെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുക. അപ്പൊ ഏറ്റവും താഴെ പോവാം. താഴെ പോകുമ്പോൾ ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ആ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിന്റെ ഒരു വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. വീഡിയോ എന്ന് പറയുന്നത് റെഫറൻസിന് വേണ്ടി മാത്രമാണ്. നമുക്കിത് അറിയാവുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വീഡിയോ സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. എന്നാൽ അതിൽ ഏതെങ്കിലും ഭാഗം അറിയാത്തത് ഉണ്ടെങ്കിൽ വളരെ സ്പീഡ് കൂട്ടിയിട്ട്, വീഡിയോ പ്ലെയർ നല്ല പ്ലെയർ ആണ്, അപ്പൊ എങ്ങനെ വേണമെങ്കിലും സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കഴിയും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. മെത്തേഡ്സ് ഓഫ് സ്ട്രക്ചർ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഫോഴ്സ് മെത്തേഡിൽ നിന്ന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡുകളിലേക്ക് കടന്നു. പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, അതായത് ഐട്രേഷൻ മിനിമം ഒരു 4 or 5 ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൊമെന്റ് സ്റ്റിഫ്നെസ് ഓഫ് എ ജോയിന്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് റൊട്ടേഷണൽ സ്റ്റിഫ്നെസ് ഓഫ് എ ജോയിന്റ്. സോ ഏതൊരു മൊമെന്റും യാത്ര ചെയ്യുന്ന ഫാക്ടർ കണ്ടുപിടിക്കുകയാണ് എന്റെ അടുത്ത എയിം. സോ ഈ ഒരു ജോയിന്റിനെ പറ്റി നമ്മൾ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഞാൻ പറഞ്ഞത് റെഫറൻസിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അറിയാവുന്നവർ പിന്നെ സമയം കളയരുത്. ഇനി വീഡിയോ കാണുന്നവർ തന്നെ 2x-ലോ 1.5x-ലോ ഒക്കെ ഇട്ട് സ്പീഡ് കൂട്ടിയിട്ട് കാണുക, അതിവേഗത്തിൽ കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡൗട്ടുള്ള ഭാഗങ്ങൾ മാത്രം കാണുക. അപ്പൊ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഇതാ: മൂവ്മെന്റ് മെത്തേഡ്, അതുപോലെ തന്നെ കാനീസ് മെത്തേഡ്, അതുപോലെ തന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മാട്രിക്സ് മെത്തേഡ്, അതിന്റെ പാർട്ട് 2 ആണ് ഈ കാണുന്നത്. ഇത്രയും ഭാഗമാണ് ഇന്ന് പഠിക്കേണ്ടത്. ഇത്രയും ഭാഗം പഠിക്കണം കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം പഠിക്കണം. കാരണം 3 മാസത്തിൽ താഴെയാണ്, ആകെ 75 ദിവസം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്റ്റംബർ 15 തുടങ്ങിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചേ പറ്റൂ. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ അതിന് ഈ വീഡിയോ മുഴുവൻ കാണണോ? വേണ്ട, റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിന്റെ തൊട്ട് മുകളിൽ പിന്നെ നമ്മൾ കാണുന്നത് അതിന്റെ ഈ ലെക്ചർ നോട്ടാണ് കേട്ടോ. ലെക്ചർ നോട്ട് ഇതുപോലെയല്ല, നമുക്കത് വളരെ വലുതായിട്ട് കാണാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം അല്ലെ. കണ്ടോ, ഇതിനകത്ത്
എന്താണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് യഥാർത്ഥത്തിൽ ഏതിലേക്കാണ് നമ്മൾ പോകേണ്ടത്? ഈ ഒരു നോട്ടിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ട് പോകേണ്ടത്. അറിയാവുന്നവരൊക്കെ നോട്ട് നോക്കി ക്രമത്തിൽ ഇതിൽ ഓരോ തിയറിയും കാര്യങ്ങളും എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇത് മനസ്സിലാവാതെ വരികയോ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തുകയോ ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രം, ഇത് വളരെ നീറ്റായിട്ട് ക്രിസ്പായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ഇത് പഠിച്ചാൽ മതി, വീഡിയോ കാണണമെന്നില്ല. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം എവിടേക്ക് പോവാ? നമ്മൾ വീഡിയോയിലേക്ക് പോവുക, ആ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ? അപ്പൊ ഈ നോട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ടത്. ഇത് പലർക്കും കുറെ ഭാഗങ്ങൾ അറിയാവുന്നതാവാം, അറിയാവുന്ന ഭാഗത്തും അധികം സമയം കളയരുത്. അപ്പോൾ അറിയാത്ത ഭാഗങ്ങൾ നമ്മൾ അതിവേഗത്തിൽ ഇത് പഠിച്ചു പോവാം. വളരെ ക്ലിയർ ആയിട്ട് ലെജിബിൾ ആയിട്ടുള്ള നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കി അങ്ങ് പഠിക്കുക എന്നുള്ളതാണ്. 80 പേജ് ഉണ്ട് കേട്ടോ. പേജ് നോക്കണ്ട, ഇത് പ്രോബ്ലമാറ്റിക് പോലെ ആയതുകൊണ്ട് കുറച്ച് സ്പേസ് എടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ നീറ്റായിരിക്കും. ഇത് മാത്രം പഠിച്ചാൽ മതി ഇന്നത്തെ ദിവസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണുക എന്ന നിലപാട് സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഒന്ന് നമ്മൾ വീഡിയോ റെഫറൻസിന് വേണ്ടി വീഡിയോ ലെസൺസ് കണ്ടു. രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്, സമയം അധികം നഷ്ടപ്പെടുത്താതെ നോട്ട് നോക്കി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. അടുത്തത് MCQ പ്രാക്ടീസ് ആണ്. അതായത് ഈ ഒരു ടോപ്പിക്കുകളിലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തിയറി ഒന്ന് പഠിച്ചിട്ട് പിന്നെ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. ഒരു തവണ ക്വിസ് എടുക്കുമ്പോൾ 25 ചോദ്യം വരും. അത് കഴിഞ്ഞാൽ റീടേക്ക് എടുക്കുക, അപ്പൊ അടുത്ത 25 ക്വസ്റ്റ്യൻ വരും. വീണ്ടും റീടേക്ക് എടുക്കുക, അടുത്ത 25 ക്വസ്റ്റ്യൻ വരും. എത്ര തവണ പ്രാക്ടീസ് ചെയ്യാമോ അത്ര തവണ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ചോദ്യങ്ങൾ, ഈ ഭാഗത്ത് നിന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ കിട്ടും. പിന്നെ വേറെ ഒന്നും തപ്പി നടക്കണ്ട എന്നുള്ളതാണ് ലക്ഷ്യം. ഇനി അത് ചെയ്തു കഴിഞ്ഞാലോ, ഇന്നിപ്പോ നിങ്ങൾ 4-5 തവണയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവസാനം നിങ്ങളുടെ സ്കോർ എത്രയാണ് എന്നുള്ളത് അവിടെ നിന്ന് കിട്ടും. ആ സ്കോർ എത്രയാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ മൈ സ്കോർ ടുഡേ ഇവിടെ എൻട്രി ചെയ്യണം. ഇവിടെ നമുക്കത് എൻട്രി ചെയ്യാൻ പറ്റും. കണ്ടോ? 25-ൽ 25 കിട്ടിയോ? 20-ന് 25-ന് ഇടയ്ക്കാണോ? 15-നും 19-നും ഇടയ്ക്കാണോ? 0-നും 14-നും ഇടയ്ക്കാണോ എന്നുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിർബന്ധമായിട്ടും അത് ഇവിടെ എഴുതണം എന്നുള്ളതാണ്. ഒരു 20-നും 25-നും ഇടയ്ക്ക് മാർക്ക് എന്തായാലും നമുക്ക് ഉണ്ടാവണം. അത് കിട്ടും. കാരണം നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, ഈ നോട്ട് കാണുന്നുണ്ട്, എന്നിട്ടാണ് MCQs പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടും. 25 തന്നെ കിട്ടും പലർക്കും. അപ്പോ MCQ ആണ് അടുത്തത്. അപ്പൊ ഈ MCQ എവിടെ നിന്നാണ് ചെയ്യുക എന്നുള്ളതല്ലേ, അത് ഞാൻ ഇതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം. MCQ എവിടെയാണ് ഉണ്ടാവുക, അതെങ്ങനെയാ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോ വീഡിയോ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ലെസൺ കണ്ടു. അതിനുശേഷം ഈ നോട്ട്, ശരിക്കും ഈ നോട്ടിലാണ് കേന്ദ്രീകരിക്കേണ്ടത് സമയം കളയാതെ പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത MCQ പ്രാക്ടീസ് ചെയ്യുക. എത്ര തവണ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പിന്നീടുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ വീണ്ടും ഇതിനകത്ത് കയറിയിട്ട് ഇതിലത്തെ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക റിവിഷന് വേണ്ടിയിട്ട്. അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്നറിയാമോ? അടുത്തത് ഒരു അസൈൻമെന്റ് വന്നിട്ടുണ്ട്. കണ്ടോ? ഒരു അസൈൻമെന്റ് വന്നിട്ടുണ്ട്. ആ അസൈൻമെന്റ് ഇതാ ഇവിടെ നിന്ന് അങ്ങ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. ഈ അസൈൻമെന്റ് ഒക്കെ, ഈ അസൈൻമെന്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഈ പഠിക്കാനുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആൻസർ വേറെ ഷീറ്റിൽ എഴുതി വെച്ചിട്ട് അത് ഫോട്ടോ എടുത്ത് അയച്ചു തരികയോ അല്ലെങ്കിൽ ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് തിരിച്ചയക്കുകയോ ചെയ്യുക. അപ്പൊ ഈ അസൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികമൊന്നുമില്ല, 10 ചോദ്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായി പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ഞങ്ങൾക്കത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയും സഹായിക്കുന്നതാണ് ഈ അസൈൻമെന്റ്. അതൊക്കെ നിങ്ങൾ അയക്കുന്നത് നമ്മളിവിടെ നോക്കും, വാല്യൂ ചെയ്യും. അവ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചു എന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണിത്. എന്നിട്ടോ ഹാവ് യു സബ്മിറ്റഡ് യുവർ അസൈൻമെന്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ? യെസ് ഓർ നോ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, യെസ് തന്നെ വേണം ആൻസർ. അത് ട്രാക്ക് ചെയ്യപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ അസൈൻമെന്റ് ഇത് ഇവിടെ ഒന്നുകിൽ ഇമേജ് ആയിട്ട് തിരിച്ചയക്കാം, അല്ലെങ്കിൽ PDF ആയിട്ട് തിരിച്ചയക്കാം. കണ്ടോ? ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ചയക്കാം. അത് ഞങ്ങൾ ഇവിടെ കോച്ചുമാരുണ്ടാവും, അവരതൊക്കെ വാച്ച് ചെയ്യും, നോക്കും നിങ്ങൾ എങ്ങനെ അത് പോകുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവും. കാരണം ഒരു ദിവസം പഠിക്കാനുള്ള ഭാഗങ്ങൾ അസൈൻമെന്റിൽ 10ഉം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. ആ ബോധ്യത്തോടു കൂടെ ആണ് നമുക്ക് കോൺഫിഡൻസ് വളർന്നു വരുള്ളൂ. അല്ലാതെ ചുമ്മാ പഠിച്ചു പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ലാസ്റ്റ് നോക്കിയേ, ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. ടുഡേ വാട്ട് ഐ ലേൺ ഓഡിയോ റിപ്പോർട്ട്. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടിയിരുന്നത്,
അത് എങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ക്രമത്തിൽ, അല്ലെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ കാനിസ് മെത്തേഡ് എന്തൊക്കെയാണ് പഠിച്ചത്, അതിനകത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കണ്ണടച്ച് ഓഡിയോ റെക്കോർഡ് ചെയ്യുക, ഒരു ക്രമത്തിൽ പറയാ, ചുരുക്കി പറയാ. 1 മിനിറ്റോ 2 മിനിറ്റോ ദൈർഘ്യം മതി, അങ്ങേയറ്റം 5 മിനിറ്റ്. അത് ചുരുക്കി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു ആശ്വാസമാണ്. കാരണം എന്താ, ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് എൻ്റെ ഉള്ളിൽ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ 1-2 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അത് റെക്കോർഡ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഒരാഴ്ച പിന്നിട്ടു, 2ാമത്തെ ആഴ്ചയിലേക്ക് കടന്നു, അടിപൊളിയായിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓഡിയോ റിപ്പോർട്ട് അയക്കുന്നത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ഓഡിയോ റിപ്പോർട്ടാണെന്നാണ് പറയുന്നത്. കാരണം അതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ, ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസമാണ്. കാരണം ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് പഠിച്ചു, ഇനി നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പുലർച്ചെ അർദ്ധരാത്രി 12 മണിക്ക് അടുത്ത ദിവസത്തെ കണ്ടന്റ് വരും. അപ്പോൾ ആ കണ്ടന്റ് അടുത്ത ദിവസം പഠിക്കാനായിട്ട് കുട്ടികൾ റെഡിയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഓഡിയോ റിപ്പോർട്ട് കൂടെ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ വർക്ക് കഴിഞ്ഞു, നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. നാളത്തേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നന്നായി ഉറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അല്ലെ 4:30-5 മണിക്കൊക്കെ എഴുന്നേൽക്കുക. അപ്പോ അടുത്ത ഡേയിലെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ 27 എന്ന് കാണിക്കുന്നത് എത്രയായിട്ടുണ്ടാവും, 28 ആയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ അടുത്ത ദിവസം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ റെഫറൻസ് വീഡിയോ ലെസൺസ് ഉണ്ടാവും, നോട്ട് ഉണ്ടാവും, MCQ പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു അസൈൻമെന്റ് വർക്ക്ഷീറ്റ് ഉണ്ടാവും, ഒരു ഓഡിയോ റിപ്പോർട്ട് അയക്കാനുള്ളത് ഉണ്ടാവും. നാളെ അത് ചെയ്യുന്നതോടുകൂടെ ആ ഭാഗവും നമ്മൾ ഓക്കെ ആയി. അപ്പൊ ഒരു സംശയം, ഈ പഠിച്ചു എന്നൊക്കെ മറക്കുവോ എന്നൊരു സംശയം. സ്വാഭാവികമാണ്, മറക്കും. മറക്കാതിരിക്കണ്ടേ, വേണം. എല്ലാ സൺഡേയും നമ്മൾ റിവിഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എല്ലാ സൺഡേയും നമുക്ക് എന്താണ് റിവിഷൻ ഡേ. നോക്കൂടെ, വീക്ക് 1 എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിലെ എല്ലാ വീക്കിലും നമ്മൾ ലാസ്റ്റ് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു റിവിഷൻ എക്സാം നമ്മൾ ചെയ്യാറുണ്ട്. അത് ഇവിടെയല്ല കാണുക, എക്സാം ചെയ്യാനായിട്ട് വേറൊരു സംവിധാനോട് ഞാൻ പറഞ്ഞില്ല, MCQ ചെയ്യുന്ന എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീക്കിന്റെ അവസാനം റിവിഷൻ എക്സാം ഉണ്ടാവും. ആ ഒരാഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ 100 ചോദ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു എക്സാമാണ്. ലീഡർ ബോർഡൊക്കെ ഉണ്ടാവും, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിവുണ്ടാവണം. മറ്റു കുട്ടികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിട്ടുണ്ടോ, ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ, എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് എന്നുള്ളത് ട്രാക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ ഡേ ആയിട്ടാണ് എല്ലാ സൺഡേയും ആചരിക്കുന്നത്. വീക്ക് 1 കഴിയുമ്പോൾ വീക്ക് 1 മാത്രമായിരിക്കും റിവിഷൻ എക്സാം ഉണ്ടാവുക. പക്ഷേ വീക്ക് 2 അവസാനം എന്താ ഉണ്ടാവുക, വീക്ക് 1 ടോപ്പിക്കും ഉണ്ടാവും, വീക്ക് 2 ടോപ്പിക്കും ഉണ്ടാവും. എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു റിവിഷനാണ്. 100 ചോദ്യങ്ങൾ. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാനായിട്ട് ഇനി വേറെ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. അപ്പോ ഒത്തിരി പേര് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നത്, പലർക്കും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല രീതിയിൽ കുറഞ്ഞ ഫീയിൽ പഠിക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം നമ്മുടെ ആ ഒരു ഡ്രീമാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുക, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം എന്നുള്ള ഒരു ഡ്രീമിന്റെ പുറത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തെ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എക്സാം ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണ്ടേ. അപ്പൊ നമുക്ക് ഇവിടെ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണാം. ഈ കോഴ്സിന് അകത്ത് ഒരു ക്വിസ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് എനിക്കത് അലോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നോക്കട്ടെ. ഉണ്ടാവും, ആ കോച്ചിങ് പ്രോഗ്രാമിൽ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ആ കോഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോ ബാക്ക് എൻഡിൽ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ കോഴ്സസിനകത്ത് പോവാ. കോഴ്സസിനകത്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതാ ക്വിസ് PWD AE കോച്ചിങ് പ്രോഗ്രാം. AE കോച്ചിങ് പ്രോഗ്രാമിന്റെ PWD AE കോച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ക്വിസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കാണാനായിട്ട് സാധിക്കും. നേരെ അതിനകത്തേക്ക് പോവാം. കണ്ടോ, അപ്പൊ അതിനകത്തേക്ക് പോകുമ്പോൾ കാണാം ഡേ 1 നമ്മുടെ ടോപ്പിക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആയിരുന്നു. വീക്ക് 1 കണ്ടോ, വീക്ക് 1 ഡേ 1 സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആയിരുന്നു. ഡേ 2 ടൈപ്സ് ഓഫ് ബീംസ് ആൻഡ് സപ്പോർട്ട്സ്. ഡേ 3 SFD ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഡേ 4 ആക്സിയൽ ലോഡിംഗ്. ഡേ 5 സിമ്പിൾ ബെൻഡിങ്.
ഡേ 6 ട്രാൻസ്വേഴ്സ് ഷിയർ ആൻഡ് ടോർഷൻ. അത് കഴിഞ്ഞ് കണ്ടോ ആ വീക്കിന്റെ അവസാനം ഒരു റിവിഷൻ എക്സാം ഉണ്ടാവും. ആ ഒരാഴ്ചയിലെ മൊത്തം സൺഡേ ആണ് നമ്മൾ നടത്തുക. ആദ്യത്തെ ആഴ്ച വെൻസ്ഡേ ആണ് നടത്തിയത്, പിന്നെ എല്ലാ സൺഡേയുമാണ് നടത്തുക. ഇത് നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ആഴ്ചയിലേക്ക് വീണ്ടും കയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ എക്സാം ആണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലീഡർ ബോർഡൊക്കെ ഉണ്ട്. ലീഡർ ബോർഡ് ഇപ്പോൾ കാണാൻ സാധ്യതയില്ല, ഇത് ഒരു തവണ നമ്മൾ ചെയ്താലേ കാണുകയുള്ളൂ. അപ്പോൾ ഇതെടുത്ത് നോക്കുമ്പോൾ ഉണ്ടോ, പ്ലീസ് സബ്മിറ്റ് യുവർ സബ്മിഷൻ ഫസ്റ്റ്. ആദ്യം നമ്മൾ ചെയ്യണം, എന്നാലേ മറ്റുള്ളവരുടെ ലീഡർ ബോർഡൊക്കെ ആയിട്ട് നമ്മുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് കാണാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത് സ്റ്റാർട്ട് കൊടുക്കുക. കണ്ടോ വന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ടൈമർ ഇവിടെ റൺ ആവുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നു. The modulus of rigidity of an elastic material is found to be 40% of the value of its Young's modulus. Then its Poisson's ratio എത്രയാണ് എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഏതാണെങ്കിൽ അത് കൊടുക്കുക, അത് മാർക്ക് ചെയ്യുക. എനിക്ക് അറിയില്ല കേട്ടോ ആൻസർ, ഞാൻ ജസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അതിന്റെ സബ്മിറ്റ് കൊടുത്തു കണ്ടോ. അപ്പോൾ ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലനേഷൻ സഹിതം അത് കൊടുത്തിട്ടുണ്ടോ. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, 0.25 ആണ് ആൻസർ. അതെങ്ങനെ കിട്ടി എന്നുള്ളത് വരെ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുന്നു. അടുത്ത ചോദ്യം വരുന്നു. അടുത്ത ചോദ്യം ഏതാണ്, ഇപ്പൊ ഇതാണെങ്കിൽ ഇത് മാർക്ക് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അതല്ലായിരുന്നു ആൻസർ, നമുക്ക് ഭാഗ്യമില്ല. അപ്പൊ അതും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വെബിലൂടെയും ചെയ്യാം, അതുപോലെ തന്നെ മൊബൈലിലൂടെയും ടാബിലൂടെയും ഒക്കെ ചെയ്യാം. ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്, അതുപോലെ തന്നെ വെബ് വേർഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നോക്കൂ, അതാത് ദിവസങ്ങളിൽ ചെയ്യേണ്ട എക്സാംസ് അതാത് ദിവസം ചെയ്യണം. ഇത് ഒരു തവണ 25 ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുക. നോക്കാം, കണ്ടോ 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ആ എക്സാം കഴിഞ്ഞാൽ മാർക്കൊക്കെ കാണാം. റീടേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. റീടേക്ക് എടുക്കുമ്പോൾ അടുത്ത 25 ക്വസ്റ്റ്യൻ വരും. വീണ്ടും റീടേക്ക് എടുക്കുമ്പോൾ അടുത്ത 25 ക്വസ്റ്റ്യൻ വരും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പരമാവധി ഒരു ദിവസം മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഇനി വേറൊരു ദിവസം പോയാലും ഈ പഴയ ഇതിനകത്തേക്ക് വന്നിട്ട് ഇത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് വേറെ എന്താ ഉണ്ടാവുക അല്ലെ, ഭയങ്കര സംശയമാണ്. നമുക്ക് ഇതുപോലെ ഓരോ ദിവസത്തെയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ടത്. ഒരു സെക്കൻഡ്, ഞാൻ സ്റ്റുഡന്റ് അക്കൗണ്ടിലേക്ക് തന്നെ ഒന്ന് പോകട്ടെ. ഇത് അഡ്മിൻ അക്കൗണ്ട് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് സ്റ്റുഡന്റ് അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് PW, അപ്പൊ നമ്മൾ ഈ മൊത്തം സിലബസ് ഉണ്ടല്ലോ, സിലബസിന് ഡിസംബർ 10 തീരത്തക്ക രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ട ഭാഗങ്ങൾ അതിനകത്തേക്ക് ഇട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, അതാത് ദിവസം പഠിക്കാനുള്ള ഭാഗങ്ങൾ അങ്ങ് പഠിച്ചു പോയാൽ മാത്രം മതി. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം ഉണ്ടാവുക, ഇത് മാത്രമാണോ ഇതിനകത്തുള്ളത്? അല്ല, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മളൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാമാണിത്. ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാമിനകത്ത് കോഴ്സസ് ഉണ്ടാകും, കോച്ചിങ് പ്രോഗ്രാംസ് ഉണ്ട്. പാരലായിട്ട് നിങ്ങൾക്ക് LSCDയുടെ കോച്ചിങ് പ്രോഗ്രാം ഉണ്ടാവും, അതുപോലെ KWAന്റെ കോച്ചിങ് പ്രോഗ്രാം ഉണ്ടാവും. ഇനി ഒരു വർഷം കൊണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ 1 ഇയർ കോച്ചിങ് പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെ 6 കോച്ചിങ് പ്രോഗ്രാം ഉണ്ട് ഇതിനകത്ത്, ഈ മെമ്പർഷിപ്പ് പ്ലാനിനകത്ത്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഇത് PWD AE കോച്ചിങ് പ്രോഗ്രാം. അപ്പൊ നിങ്ങൾ ഈ മെമ്പർഷിപ്പ് പ്ലാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റു കോച്ചിങ് പ്രോഗ്രാമുകളും കൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഫോളോ ചെയ്യാൻ സാധിക്കും. എല്ലാറ്റിലും ഒരേ സമയം കൈയിടാൻ ഞാൻ പറയില്ല, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. നമുക്ക് ഏതാണ് ലക്ഷ്യം, അപ്പൊ ആ ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. സാധ്യമെങ്കിൽ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ കോഴ്സ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഈ കോഴ്സസിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ചർച്ച ചെയ്യാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ഗ്രൂപ്പുകളുണ്ട്, ITA ലെവൽ ഗ്രൂപ്പ് ഉണ്ട്, ഡിപ്ലോമ ലെവൽ ഗ്രൂപ്പ് ഉണ്ട്, BTech ലെവൽ ഗ്രൂപ്പ് ഉണ്ട്, സിവിലിസി സിൽവാർ ലൈവ് ഇവന്റുകളുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഒത്തിരി. ഇനിയിപ്പോൾ ഞാനുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം, വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കാനായിട്ട് കഴിയും. ഒരുപാട് സവിശേഷതകളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് പ്ലാനുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. അടുത്ത മനസ്സിൽ വരുന്ന ചോദ്യം, ഇതിന് എത്ര ഫീ കൊടുക്കേണ്ടി വരും, എത്ര ഫീച്ചേഴ്സ് ഉള്ളതല്ലേ, എത്ര ഫീ കൊടുക്കേണ്ടി വരും എന്നുള്ള ആശങ്കയുണ്ടോ? ഇത് സാധാരണ ഒരു ഓൺലൈൻ കോഴ്സ് അല്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റ് കോച്ചുമാരുണ്ട്, നിങ്ങൾക്ക് പേഴ്സണൽ ചാറ്റ് ചെയ്യാം, എന്ത് ഡൗട്ട് വന്നാലും അവരുടെ അടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ ഹെഡ് കോച്ച് ഉണ്ട്, അതല്ലെങ്കിൽ ഞാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്തൊക്കെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട്, അത് കൂടാതെ പേഴ്സണൽ ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളൊരു ഡൗട്ട് ഉന്നയിച്ചാൽ അപ്പൊ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ മുന്നിൽ ഒരു പോപ്പപ്പ് ആയിട്ട് ആ ഡൗട്ട് വരും. അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതലയായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നിച്ചാണ്, അല്ലാതെ ഇത് അകലെ ഇരുന്നു കൊണ്ടുള്ള ഒരു പഠനമല്ല, ഇതൊരു വിദൂര പഠനമല്ല. ഓൺലൈൻ ക്ലാസ് ആണ് എന്ന് വിചാരിച്ച് ഇതൊരു വിദൂര പഠനമല്ല എന്നുള്ളതാണ്. ഓക്കെ,
ഇനി ഇതിനകത്ത് ഈ മെമ്പർഷിപ്പ് പ്ലാനുകൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് civileasy.in എന്ന സൈറ്റിൽ കയറുമ്പോൾ ഇതുപോലെ ഈ സൈറ്റിലാണ് വരിക. അതിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനുകളെ കുറിച്ച് കണ്ടോ, ITI ആണോ, ഡിപ്ലോമ ആണോ, ബിടെക് ആണോ, ഏതാണോ വേണ്ടത്. ഇപ്പോൾ ITI ആണ് വേണ്ടതായിരിക്കും. അപ്പൊ ITIയിൽ ക്ലിക്ക് ചെയ്യാം. 1 month പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ 3 ആണോ, 6 month വേണോ, 12 month, നിങ്ങളുടെ ഇഷ്ടം, ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ നമ്മൾ PWDIനെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ നേരെ ബിടെക്കിലേക്ക് പോവാം. ഇനി 1 മാസത്തേക്ക് മതിയോ നിങ്ങൾക്ക്? ഇനി ആകെ 75 ദിവസമുള്ളത്. അപ്പൊ 1 മാസത്തേക്ക് മതി. 1 മാസം എടുത്ത് നന്നായി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ 1 മാസത്തേക്കും കൂടി എടുക്കുക. അപ്പൊ 2 മാസത്തേക്ക് എടുത്താൽ മതി. നിങ്ങളുടെ PWDന്റെ കാര്യം ഓക്കെ ആവും. എന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ളതും പഠിക്കണം, മറ്റുള്ള കോച്ചിങ് പ്രോഗ്രാമുകളും ഫോളോ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയുള്ള എക്സാമുകൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1 മാസത്തേക്ക് കൂടി എടുക്കുക, അല്ലെങ്കിൽ 3 മാസത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ 6 മാസത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ 12 മാസത്തേക്ക് എടുക്കാം. നിങ്ങളുടെ ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇനി പ്ലാനുകൾ നോക്കിയാൽ ഒരു ഫ്രീ പ്ലാൻ ഉണ്ട്. ഇതിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഫ്രീ പ്ലാനിൽ. അത് നിങ്ങൾ സിവിലീസി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാം നമ്മുടെ ബ്രോൺസ് പ്ലാനിൽ. ITIയുടെ ആയാലും ഡിപ്ലോമയുടെ ആയാലും ബിടെക്കിന്റെ ആയാലും ബ്രോൺസ്, അതിലുള്ള ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സിൽവർ പ്ലാൻ ആണ്. സിൽവർ പ്ലാൻ ഇവിടെ കണ്ടോ, ഇതിപ്പോ 12 മാസത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. വേണ്ട, 1 മാസത്തേക്ക് മതി. 1 മാസത്തേക്ക് 1000 രൂപയുള്ളൂ. ഏത് ഈ PWDയുടെ ബിടെക് ലെവലിൽ പഠിക്കാനായിട്ടുള്ളത് സിൽവർ പ്ലാന് 1000 രൂപ. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സിൽവർ പ്ലാനിനകത്ത് നമ്മൾ PWDAയുടെ കോച്ചിങ് പ്രോഗ്രാം കൊടുത്തിട്ടില്ല. സിൽവർ പ്ലാനിനകത്ത് അതുണ്ടായിരിക്കുന്നതല്ല. പക്ഷെ 1 year കോച്ചിങ് പ്രോഗ്രാം ഉണ്ടാവും. 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനകത്ത് അതുണ്ടാവും. മറ്റു പല കോച്ചിങ് പ്രോഗ്രാമുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് ഇതിനകത്ത് നോക്കുക. കോച്ചിങ് പ്രോഗ്രാം 1 year ഇതിനകത്തുണ്ട്. ഡിപ്ലോമയുടെ 1 year കോച്ചിങ് പ്രോഗ്രാം ഇതിനകത്ത് കിട്ടും. ITIയുടെ 1 year കോച്ചിങ് പ്രോഗ്രാം ഇതിനകത്ത് കിട്ടും. കോച്ചിങ് പ്രോഗ്രാം KWA ഇതിനകത്ത് കിട്ടും. പിന്നെ ഒരു ബണ്ടിൽ കോഴ്സ്, മൊത്തത്തില് ബിടെക് ലെവലിൽ പഠിക്കാനുള്ള എല്ലാ കംപ്ലീറ്റ് കോഴ്സ് പറഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് PWDക്ക് പഠിക്കാം കേട്ടോ. കോച്ചിങ് പ്രോഗ്രാം ഇല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സിൽവർ പ്ലാനിനകത്ത്. അതുപോലെ തന്നെ ബണ്ടിൽ കോഴ്സ് ബിടെക് ലെവല് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പുകൾ, സിവിൽ വാർ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് സിവിൽ വാറിനകത്ത്. ഈ സിൽവർ പ്ലാനിനകത്ത് തന്നെ അത് തന്നെ ധാരാളമാണ് പഠിക്കാൻ. എന്നാൽ PWDAയുടെ കോച്ചിങ് പ്രോഗ്രാമുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഗോൾഡ് പ്ലാനും മറ്റൊന്ന് ഡയമണ്ട് പ്ലാനുമാണ്. ഗോൾഡ് പ്ലാനിന് 2000 രൂപയാണ്, ഡയമണ്ട് പ്ലാനിന് 3000 രൂപയാണ്. അതിനകത്തുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് ക്രമമായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾ അത് നോക്കുക. താഴെ എൻറോൾ നൗ കൊടുക്കുക. അത് കൊടുത്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ തന്നെ ആക്ടിവേറ്റ് ആവും. ആ നിമിഷം മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഡെയിലി അതാത് ദിവസത്തെ പഠിച്ചു പോവുക. കഴിഞ്ഞ ഭാഗങ്ങൾ 1 ആഴ്ച 2 ആഴ്ചത്തെ ആയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വരാവുന്നതേ ഉള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഈ ഗോൾഡ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ മാസം 2000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PWDAE നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് കഴിയും. 2.5 മാസം ഉണ്ട്. അപ്പൊ 1 മാസത്തേക്കും കൂടെ ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആകുന്ന ഒരു പ്ലാൻ ഗോൾഡ് പ്ലാൻ ആയിരിക്കും. ഡയമണ്ട് പ്ലാനിൽ പിന്നെയും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരാനുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ PWDAയുടെ കോച്ചിങ് പ്രോഗ്രാം കിട്ടാൻ ഈ 2000 രൂപ മാത്രം നിങ്ങൾ മുടക്കിയാൽ മതിയാകും. ഇത്രയും ചെറിയ ഫീസിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കുക. നിരവധി ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത്. നമുക്കിനി പഠിക്കാതിരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി നോക്കൂ, 1 മാസത്തേക്കാണ് 2000 പറഞ്ഞത്. അത് 12 മാസത്തേക്ക് ദീർഘകാല പഠനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24,000 രൂപ ഫീ വരേണ്ടതാണ്. അത് ആകെ 18,000 രൂപയെ ഫീ വരുന്നുള്ളൂ 12 മാസത്തേക്ക് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ. ഇനിയിപ്പോ 3 മാസത്തേക്ക് 2.5 മാസം ഉണ്ടല്ലോ PWDക്ക്. അപ്പൊ 3 മാസത്തെ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,400 രൂപ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഭംഗിയായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാം. അപ്പൊ PWD മാത്രമല്ല, LSTD കോച്ചിങ് പ്രോഗ്രാമും ചെയ്യാം, KWA കോച്ചിങ് പ്രോഗ്രാമും ചെയ്യാം, മറ്റ് ബണ്ടിൽ കോഴ്സുകളൊക്കെ കിട്ടും. എല്ലാം ഉണ്ടാവും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉണ്ടാകും. അപ്പൊ ഈ രീതിയിലാണ് വിൻസെന്റർ തയ്യാറായിട്ടുള്ളത് നമ്മുടെ PWD എക്സാമിന് വേണ്ടി, AE എക്സാമിന് വേണ്ടി. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂവെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിന് അങ്ങനെ ഭയമൊന്നുമില്ല. കാരണം അവരൊരു ട്രാക്കിലായി കഴിഞ്ഞിട്ടുണ്ട്. അതാത് ദിവസം പഠിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു പോകുന്നുണ്ട്. അസൈൻമെന്റ് വർക്ക്ഷീറ്റ് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി അവർ പഠിച്ച കാര്യങ്ങൾ ഒരു ഓഡിയോ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവർ വളരെ ഹാപ്പിയാണ്. അടുത്ത ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
അടുത്ത ദിവസത്തെ കണ്ടന്റിന് വേണ്ടി. സൺഡേ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. സൺഡേ ഞങ്ങൾക്ക് റിവിഷൻ ഡേ ആണ്. സൺഡേ ഞങ്ങൾക്ക് റിവിഷൻ എക്സാം ഉണ്ട്. അത് 90ക്ക് മീതെ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ പല കോച്ചിങ് പ്രോഗ്രാമുകളിലും 95 എബവ് ആണ് നമ്മുടെ കുട്ടികൾ മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതായാലും നല്ല കോൺഫിഡൻസിലാണ് PWD-AEക്ക് വേണ്ടിയിട്ട് സിവിലിസിയുടെ കോച്ചിങ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ റെഡിയാണ്. ഒപ്പം ഒത്തിരി മറ്റു ഫീച്ചേഴ്സുകളും കൂടെ അതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം. അതല്ലെങ്കിൽ സിവിലിസി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീ കോഴ്സുകൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് എൻട്രി കിട്ടും. ആ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ചാറ്റിലൂടെയോ ഞങ്ങൾക്ക് മെസ്സേജ് ഇടാം. കമ്മ്യൂണിക്കേഷന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി ഇതിലെ ഡീറ്റെയിൽസ് വീണ്ടും നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസിലൂടെ പറഞ്ഞു തരണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഒട്ടും മടിക്കേണ്ടതില്ല. ഉദ്യോഗാർത്ഥികളുടെ കൂടെ ഇരുന്നു കൊണ്ട് ആരൊക്കെ? അസിസ്റ്റന്റ് കോച്ചുമാര്, അതുപോലെ തന്നെ ഹെഡ് കോച്ച്, ഞാനും ഉൾപ്പെടെ ഒരു വലിയ ടീം നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന, അല്ല പഠിപ്പിക്കുന്ന, വളരെ ഹാപ്പിയായി കോൺഫിഡൻസോടുകൂടെ വിജയത്തിലേക്ക് നടന്നെടുക്കുന്ന പ്രോഗ്രാമാണ് മെമ്പർഷിപ്പ് പ്രോഗ്രാം. പ്രത്യേകിച്ചും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കോച്ചിങ് പ്രോഗ്രാം. നിങ്ങളെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കോച്ചിങ് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്, സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അവസാന റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഇതിന്റെ സന്തോഷവും പങ്കിടാനായിട്ട് കഴിയും. എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.